ഹായ് ഓൾ വെൽക്കം. നമ്മളിതാ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികളെല്ലാം കുറേയൊക്കെ നമ്മളങ്ങനെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടിച്ചോരൽ, തുടയ്ക്കൽ, അങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികൾ, തുണി അലക്കൽ അതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിനി ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ നന്നാക്കുന്ന പരിപാടിയാണ്, ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ കഴുകിയതിന് ശേഷം നമ്മുടെ പിന്നെ വാര വയ്ക്കുന്ന ആ പാത്രത്തിൽ അങ്ങോട്ട് വെള്ളം വാരാനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ വറ്റിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിത് കൊടുന്ന കവറാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പം തന്നെ അങ്ങോട്ട് കഴുകിയിട്ട് ഇടും കേട്ടോ. അതിനായിട്ട് ഇപ്പം നമ്മുടെ ഹരിതകർമ്മസേനയൊക്കെ ഉള്ളത് കൊണ്ട് സുഖമാണ്. നമ്മുടെ കവറുകളൊക്കെ അവർക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പരമാവധി വേസ്റ്റുകളൊക്കെ കുറയും. അതല്ലാതെ നമ്മളെ അടുക്കളയിലത്തെ വേസ്റ്റുകൾ, ഫ്രൂട്ട്സിൻ്റെ, പച്ചക്കറികളുടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഭക്ഷണത്തിൻ്റെ ഒക്കെ വരുമ്പോൾ ഞാനതൊരു ബാസ്ക്കറ്റിലിട്ടിട്ട് പിന്നെ പറമ്പിലൊക്കെ ആണെങ്കിൽ തെങ്ങിൻ്റെ കടക്കയിൽ അങ്ങനെ കുഴി കുത്തിയിട്ട് അതൊക്കെ അങ്ങോട്ട് കുഴിച്ചിടുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് പോവുക. അപ്പോൾ കവറൊക്കെ ഞാൻ ഇതിൻ്റെ കവറാണെങ്കിൽ അതൊക്കെ കഴുകിയിട്ട് ഒരു കൊള്ളിയുണ്ട് അതിൻ്റെ മേലെ അങ്ങോട്ട് കമഴ്ത്തി വയ്ക്കുക. അപ്പോൾ അതവിടെ കിടന്ന് വെള്ളമൊക്കെ അങ്ങനെ വാർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങോട്ട് മാറ്റി മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അധിക സമയത്തിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട്. വെള്ളം വാർത്ത് വെച്ചത് വെള്ളം വാർന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ ഒരു പാത്രത്തിലേക്ക്, നമ്മുടെ ഒരു ഡപ്പയാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ അത്. പച്ചക്കറികൾ നമ്മുടെ അങ്ങനെ നമ്മൾ വേണം തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിൾസ് ഐറ്റംസുകളൊക്കെ നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം അത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. വേപ്പിലൊക്കെ ഞാൻ അധികം നമ്മുടെ കയ്യിൽ വേപ്പിലൊക്കെ അധികം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേപ്പിലയുടെ അല്ലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പാത്രത്തിൽ അങ്ങോട്ട് അടച്ച് വയ്ക്കുക ചെയ്യുക. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുമ്പോൾ അത് കുറേ അധികം 2-3 ആഴ്ചയൊക്കെ അതേപോലെ ഒരു കുഴപ്പം കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അതുപോലെ മല്ലിയിലൊക്കെ നമ്മൾ ചിക്കനിലേക്ക് അങ്ങനെ കറികൾക്കൊക്കെ എടുക്കുന്നതാണെങ്കിലും ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് അതും പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ അത് കുറേ ദിവസം ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതാവും, പക്ഷേ ഞാനിപ്പോഴാണ് പുതിയ പുതിയ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ തുടങ്ങിയത്. ഞാനിപ്പോഴാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറിയൊരു കറിയെ പോലെയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അങ്ങനെ പൊരിക്കാനും അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ മസാല പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ കൂട്ടിയിട്ട് പെരുംജീരകമൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചിട്ടുള്ളൊരു കറിയും കൂടിയാണ്. അപ്പോൾ കറി വെക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചിക്കൻ മസാല അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് ചിക്കനൊക്കെ ഒന്ന് ചേർത്തിട്ട് അങ്ങനെ അവിടെ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ കറി വറുത്തെടുക്കാനുള്ളതും അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണികൾ അത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ എന്നോടൊരാൾ ചോദിച്ചു, എന്താണ് അധികം ഏറെയും അടുക്കളയിലത്തെ വീഡിയോസ് മാത്രമാണല്ലോ, വേറെ എന്തോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനെന്താ പറയുക, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, ഏത് രീതിയിലാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കമൻറ്റ് എഴുതി ചോദിച്ചൂടെ? ആരും കമൻറ്റ് എഴുതി ചോദിക്കാറില്ല. പൊതുവേ എല്ലാവരും അങ്ങനെ കണ്ട് പോവുകയാണ് ചെയ്യാറ്. പൊതുവേ അങ്ങനെ കാണുന്നവർ അങ്ങനെ അങ്ങോട്ട് പോകും. പ്രത്യേകിച്ച് കമൻറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുന്നവരാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. എന്താ ചോദിക്കാനും മടി വിചാരിക്കണം. പിന്നെ അങ്ങനെ പേഴ്സണലായിട്ടൊക്കെയാണ് ചിലവർ ചോദിക്കുക, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഇവർക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ, കമൻസിൽ അത് എഴുതി ചോദിച്ചൂടെ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇനി അതിന് മടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. അത് വേറൊരു രീതിയിൽ ചോദിക്കേണ്ട കാര്യമില്ല, ഓപ്പണായിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കതും ഞാൻ രാവിലെ പണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത്, പറ്റുന്ന സമയത്ത് ഞാൻ വേഗം അങ്ങോട്ട് വീഡിയോസ് എടുക്കുകയാണ് ചെയ്യാറ്. പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാനത് ഓരോരോ സമയം വെച്ചിട്ട് അങ്ങനെ ഓരോ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്കത് എടുക്കാനും പറ്റാറില്ല. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലെ പണികളൊക്കെ ആകുമ്പോൾ വേഗം അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിക്കുന്നതാണ്.
പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സിമ്പിൾ പണികളൊക്കെയാണ് പരമാവധി ഞാൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയുന്ന കുക്കിംഗ് കാര്യങ്ങൾ, എളുപ്പത്തിലുള്ള പണികൾ ഞാൻ വീഡിയോസ് എടുക്കും. കുറച്ചധികം സ്പെഷ്യലായിട്ട് ഞാൻ വെറൈറ്റി ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാറുള്ള ആൾ തന്നെയാണ്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോസിൽ എടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് റിസ്ക് ഉള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേക്ക് തന്നെ എൻ്റെ ശ്രദ്ധ പോകും കേട്ടോ. അപ്പോൾ അത് ആ ചെയ്യുന്നതിൻ്റെ ഇതിൽ ആ ഒരു തിരക്കിൽ അപ്പോൾ എനിക്ക് കുറച്ച് റിസ്ക് ഉള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നാക്കി ചെയ്യണം എന്നൊരു ഇതാവട്ടെ. കുറച്ച് എളുപ്പമുള്ളതൊക്കെ കാണിക്കുമ്പോഴാണ് ഞാൻ പരമാവധി വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പോൾ ഇനി തൊട്ടിട്ട് ഞാൻ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാതും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, അങ്ങനെ ഒരു മൈൻഡാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേഗം സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് അടിച്ചു വാരിയാണ്ട് പോകട്ടോ. തുടയ്ക്കാനങ്ങോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൽ തുടപ്പൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ തുടച്ചെടുക്കുക. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ ഒരു ബക്കറ്റിന് പകരം ഞാൻ 3 ബക്കറ്റാണ് എടുക്കുക. 3 ബക്കറ്റ് വെള്ളം കൊടുന്നിട്ട് നിരത്തി അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് അങ്ങോട്ട് തുടച്ചിട്ട് ഓരോ ബക്കറ്റ് മാറ്റി വെള്ളം അങ്ങനെ ബക്കറ്റ് മാറ്റിയിട്ട് അങ്ങനെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ 3 ബക്കറ്റ് വെള്ളം വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് വെള്ളം കളഞ്ഞ് പിന്നെ രണ്ടാമതും പോയി പൈപ്പിനോട് പോയി വെള്ളം എടുത്ത് വരണം. അപ്പോൾ അത്രയും സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ബക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അത്രയും പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാം, പരമാവധി ഇറങ്ങിക്കയറൽ കുറയ്ക്കാം, പിന്നെ ആ ടൈം കളയണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള പണികളൊക്കെയാണ്. ഞാനും വിചാരിക്കും, ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ആളല്ലേ, എനിക്കതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സമയമുണ്ട്, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എല്ലാതും അങ്ങോട്ട് കഴിക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ആ ഒരു സമയത്തിന് ശേഷം പിന്നെ പണി ചെയ്യണത് എനിക്കത് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്, ഭയങ്കര മടിയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ ആ പണികൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ അതൊരു തീർക്കണം അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോകട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇനി അതെല്ലാം പതുക്കെ ചെയ്തിട്ട് അതൊക്കെ അങ്ങനെ എടുത്തിട്ട് കാണിക്കണം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞത് കേട്ടിട്ട് ഇനി എല്ലാ ദിവസവും ഇതുപോലെ ഒരൊറ്റ ട്രിപ്പിൽ ചെയ്യലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില ദിവസം ഇതൊക്കെ താളം തെറ്റിട്ടോ, ഇതുപോലെ സംഭവിക്കാറില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് ഒരു ക്ഷീണം, തളർച്ച, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ അവിടെ ഇടും. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇടും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനൊരു നേരം കൂടുമ്പോൾ പിന്നാണ്ട് ഉഷാറായിട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരുപോലെ ഇല്ലല്ലോ, നമ്മളെല്ലാവർക്കും അങ്ങനെ ഒരുപോലെ എത്തിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെച്ചിട്ട് ഒരു കുറുക്കി വെച്ചൊരു കറിയാണ്, അടിപൊളിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ചിക്കനെ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു, നാളെയൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിതാ ഊണ് കഴിക്കാൻ പോവുകയാണ്, കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ കറിയും ചോറും അങ്ങനെയുള്ളതെല്ലാം കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ.